ഗൈസ്, നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം നമുക്കൊരു സ്മോൾ ഗീവ് അവേ വരുന്നുണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള ഗീവ് അവേ ഒക്കെ നമ്മൾ മുൻപേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സ്മോൾ ഗീവ് അവേ നടത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗീവ് അവേയും കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. കണ്ടക്ട് ചെയ്യാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമുക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ചാനലിന് നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഇട്ടിട്ടുള്ള ഓരോ വീഡിയോസിനും നല്ല രീതിക്ക് തന്നെ വ്യൂ ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു ഗീവ് അവേൻ്റെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗീവ് അവേയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, രണ്ടാമത് എത്രത്തോളം നമുക്ക് ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇടാൻ പറ്റുമോ അത്രത്തോളം കമൻറ്റ് ഇട്ടോളൂ, പിന്നെ 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് നമ്മൾ വിന്നറിനെ എന്തായാലും അനൗൺസ് ചെയ്യും. ഇങ്ങനെയായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് 50-ന് താഴെ മാത്രമേ വ്യൂസ് ഉള്ളൂ. ഷെടാ, ഇത് വ്യൂസ് ഒന്നും ഇല്ലാതെ ആളുകളിലേക്ക് ഇത് കാണാതെ എങ്ങനെ എൻ്റെ ഈ ഒരു സബ്സ്ക്രൈബർ ആവാൻ പോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ ഈ ഒരു കാര്യം പറയാനുള്ളത്. പക്ഷേ ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇടണോ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ കമൻറ്റ് ഇടണോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപേ ഞാനൊരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. കാരണം അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് കമൻറ്റ് ഇടാനും ആളുകളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ നോക്കി ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം കേട്ടോ, ആ ഒരു പെയിൻറ്റിങ് ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡൂഡിൽ ആർട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.